ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സ്നേഹയും ധനുഷും കൂടിയും ആ തിയേറ്ററിൽ രണ്ടുപേരും ഇഴുകി ചേർന്ന് നിൽക്കുന്ന ആ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് അവന്തിക വന്നു കയറി. അവന്തിക ഡോർ തുറക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ നിന്ന ധനുഷ് ആ നിമിഷം ആകെ ഞെട്ടലോടെ നോക്കുന്നു. ധനുഷിനെ അവന്തിക സ്നേഹയോടൊപ്പം കണ്ടതിന്റെ കുറ്റബോധത്തിൽ ധനുഷ് ഞെട്ടിത്തേറിച്ചങ്ങനെ നിൽക്കുമ്പോൾ സ്നേഹ ഒന്നും പറയാതെ വേഗം അവന്തികയുടെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും അവന്തികയോട് ഒരു വാക്ക് പോലും മിണ്ടാതെ സ്നേഹ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഈ സമയത്ത് അവന്തികയുടെ അരികിലേക്കെത്തി ധനുഷ് ദേഷ്യപ്പെട്ടു. നീ ഇപ്പൊ എന്തിനാ ഇവിടേക്ക് വന്നത് എന്ന് അവന്തികയോട് ധനുഷ് ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ ധനുഷിന്റെ ആ ചോദ്യം കേട്ട് അവന്തിക ചോദിച്ചു, എന്താ ഞാനിപ്പോ വന്നതാണോ തെറ്റായി പോയത്? എന്റെ ഭർത്താവ് മറ്റൊരു പെൺകുട്ടിയുമായി വീട്ടിലേക്ക് പോയി എന്നറിയുമ്പോ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? അതുകൊണ്ട് എന്റെ ഭർത്താവ് എന്ത് ചെയ്യുന്നു എന്നറിയാനും ഞാൻ വന്നത്. അതിലെന്താ തെറ്റ് എന്ന് അവന്തിക ചോദിച്ചു. ഓ, ഞാൻ വന്നത് ഇപ്പോ തെറ്റായി പോയല്ലേ? അവളുടെ കൂടെ സ്വൈര്യ സംഭാഷണം നടത്താനായി വന്നതായിരുന്നു അല്ലേ? അവളെ വഞ്ചിക്കുന്നതിന് വേണ്ടി, അവളെയും ചതിക്കാനായിട്ടല്ലേ ഇപ്പൊ നീ ഇവിടേക്ക് വന്നത് എന്ന് ധനുഷിനെ കുറ്റപ്പെടുത്തി അവന്തിക ചോദിക്കുമ്പോൾ ധനുഷ് പറഞ്ഞു, അതെ, അത് തന്നെയായിരുന്നു എന്റെ ലക്ഷ്യം. അവളെ എല്ലാവരുടെയും മുന്നിൽ അവളെ ഒരു മോശക്കാരിയാക്കി മാറ്റുക, ഈ കുടുംബത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമായിരുന്നു ഞാൻ നടത്തിക്കൊണ്ടിരുന്നത്. എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയ ഈ നെല്ലിശ്ശേരി കുടുംബത്തോട് നിനക്കും പകയുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ കുഞ്ഞിന്റെ ജീവനാണ് പൊലിഞ്ഞു പോയത്. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തെ ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കുക, അതാണ് എന്റെ ലക്ഷ്യം. സ്നേഹയെ നശിപ്പിച്ച് അവളിലൂടെ ഈ കുടുംബത്തെ തകർക്കാനായിരുന്നു എന്റെ നീക്കം. അവളെ ഈ രീതിയിൽ ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവൾക്കൊരു മടങ്ങിവരവില്ല. അതോടെ ഈ കുടുംബത്തിന്റെ തകർച്ച തുടങ്ങിക്കഴിഞ്ഞു. അവന്തികെ, നീ ഒന്ന് മനസ്സിലാക്കണം, ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ രണ്ടുപേരുടെയും ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നീ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവരെയും ഒറ്റയടിക്ക് ഇല്ലാതാക്കുക എന്നത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ അവരുടെ മർമ്മത്തിന് അടിയേക്കുന്ന രീതിയിൽ വേണം ഓരോ നീക്കങ്ങളും നമ്മൾ നടത്തുവാൻ. അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ശ്രമം നടത്തിയത്. ഇനി ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്കതൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ധനുഷ് ഇറങ്ങിപ്പോകുമ്പോൾ അവന്തിക ആകെ വേദനയോടെ നാണം കെട്ട അവസ്ഥയിൽ ഇപ്പോഴും താൻ പ്രതീക്ഷയോടെ ധനുഷുമായിട്ടൊരു ജീവിതം ആഗ്രഹിക്കുന്നതിന്റെ ആ ഒരു ആഗ്രഹം മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അവന്തിക മറുപടിയൊന്നും പറയാതെ അവിടെ തന്നെ നിന്നു. അപ്പോഴാണ് അർച്ചനയും മീരയെടുത്തിയുടെയും അരികിലേക്ക് ദയാനന്ദ മാഷും അനൂപവും കമലെടുത്തിയും ഓടിയെത്തിയത്. എവിടെയാ എന്റെ മോള് എന്ന് ചോദിച്ച് കമലെടുത്തി മീരയുടെ അരികിലേക്ക് എത്തി. നിങ്ങൾ രണ്ടുപേരും അവളെ ഈ വിധത്തിലാക്കാനാണോ അവിടെ കാത്തു നിന്നത്? ഇത്രയും ദിവസം അവളുടെ കൂടെ ആ വീട്ടിൽ താമസിച്ച് അവളോടൊപ്പം നിന്ന് അവളെ ഈ രീതിയിൽ ഹോസ്പിറ്റലാക്കാനായിരുന്നോ നിങ്ങൾ ശ്രമിച്ചത് എന്നൊക്കെ കമലെടുത്തി കുറ്റപ്പെടുത്തി മീരയെയും അർച്ചനയോടും സംസാരിക്കുമ്പോൾ അനൂപ് ചോദിച്ചു, ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ നിങ്ങൾ എന്തിനാ രാവിലെ ആക്കിയത്? ഇന്നലെ തന്നെ വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ? ഇന്ന് ഈ രാവിലെയാണോ ഈ വിവരങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോ മീര പറഞ്ഞു, അതെ, അച്ഛനും അമ്മയ്ക്കും ഒക്കെ ടെൻഷൻ ആവണ്ട എന്ന് കരുതി അതുകൊണ്ടാണ് രാത്രി വിളിച്ച് ഇക്കാര്യം അറിയിക്കാതിരുന്നത്. പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ കാരണം സന്ദീപുമായിട്ട് എന്തോ വഴക്കുണ്ടായി, അതാണ് അവൾ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം. രണ്ടുപേരും തമ്മിൽ എന്തോ സംസാരിച്ച് മുഷിഞ്ഞു, അതുകൊണ്ട് അവൾ ഇങ്ങനെ ഒക്കെ ചെയ്തു എന്നാണ് സന്ദീപ് പറഞ്ഞത് എന്ന് മീര ദയാനന്ദ മാഷിനെയും കമലെടുത്തിയും അറിയിച്ചു. അർച്ചന ആകെ വിഷമിച്ചു നിൽക്കുമ്പോൾ ദയാനന്ദ മാഷ് പറഞ്ഞു, ഇനി നിങ്ങൾ പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? സംഭവിക്കാനുള്ളത് സംഭവിച്ചു, എന്തായാലും ആപത്തൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറയുമ്പോൾ അർച്ചന കമലെടുത്തിയെ നോക്കിയിട്ട് പറഞ്ഞു, അമ്മ പേടിക്കണ്ട. പിന്നെ അമ്മയ്ക്കറിയാവല്ലോ ആതിരയുടെ വാശിയും മുൻകോപവും ഒക്കെ. അവൾക്ക് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വല്ലാത്ത പിടിവാശിയല്ലേ. അതുകൊണ്ട് സന്ദീപുമായിട്ട് എന്തോ പറഞ്ഞ് ഒന്ന് മുഷിഞ്ഞു. പക്ഷെ സന്ദീപും അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, അതാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞത് അനൂപ് ചോദിച്ചു, എടി മോളെ, നീ സത്യം ഞങ്ങളിൽ നിന്ന് മറച്ചു വെക്കുമൊന്നും അല്ലല്ലോ? അവൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, ഇല്ലേട്ടാ, ഇപ്പോ ആതിരയ്ക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ ആതിരെ കയറി കണ്ടിരുന്നു, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ റൂമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കാണാം. അങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും അവിടേക്ക് ഒരു നേഴ്സ് എത്തിയിട്ട് പറഞ്ഞു, ആതിരെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
അത് കേട്ടതും കമലെടുത്തിയും ദയാനന്ദ മാഷും അനുവും ഒക്കെ ആതിരയെ കാണുവാനായി അർച്ചനയുടെയും മീരടുത്തിയുടെയും കൂടെ നേരെ റൂമിലേക്ക് പോകുന്നു. അപ്പോഴേക്കും നെല്ലിശ്ശേരിയിൽ നിന്ന് രാവിലെ തന്നെ സന്ദീപ് ആതിരയുടെ അരികിലേക്ക് പോകാനായി കാറെടുത്ത് പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ പിന്നാലെ അനഘ വന്ന് സന്ദീപിനെ വിളിച്ചു. സന്ദീപേ, ആതിരയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താ പറ്റിയത്? ശരിക്കും എന്താ സംഭവിച്ചത്? ഇന്നലെ ആരും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ഞാൻ കൂടി വരുന്നുണ്ട് സന്ദീപേ, എനിക്കും എന്താണ് ആതിരയ്ക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയണം, എനിക്ക് അവളെ ഒന്ന് കാണണം എന്ന് അനഘ ആവശ്യപ്പെട്ടപ്പോ സന്ദീപ് പറഞ്ഞു, അനഘെ, സത്യത്തിൽ ആതിരയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ, ഇങ്ങനെ ഒരു പ്രശ്നം വരാനുള്ള കാരണം നമ്മൾ രണ്ടുപേരുമാണ് എന്ന് അനഘയോട് സന്ദീപ് അറിയിച്ചു. സത്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം അതാണ്. നമ്മളെ രണ്ടുപേരെയും ആതിര തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അക്കാരണത്താലാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇന്നലെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആതിര അത് കാണാനിടയായല്ലോ. അതിനുശേഷം റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവള് ഇതുപോലെയെല്ലാം ചെയ്തത്. പിന്നെ അറിയാവല്ലോ, അനഘയുമായിട്ട് ഞാൻ സംസാരിക്കുന്നത് അവളുടെ മനസ്സിൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, അനഘയെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം അനഘയെ കൂട്ടാനായി, അനഘയെ ആ അപകടത്തിൽ നിന്ന് രക്ഷിക്കാനായി ഞാനും അർച്ചനയെടുത്തിയും സന്ദീപേട്ടനും ശശിയേട്ടനും കൂടി ഇവിടെ നിന്ന് ഇറങ്ങുന്ന നേരത്ത് ആതിര ഞങ്ങളെ തടയാനായി ശ്രമിച്ചു. പക്ഷെ അന്ന് അങ്ങനെ തടയാനായി ശ്രമിച്ച ആ ദേഷ്യത്തിൽ ഞാൻ ആതിരയെ തല്ലുകയുണ്ടായി. അത് അവളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. അവളുടെ അപ്പോഴത്തെ അവസ്ഥ പോലും മനസ്സിലാക്കാതെ, അതിനെക്കുറിച്ച് ചിന്തിക്കാതെയാണ് ഞാൻ അന്ന് അങ്ങനെ പ്രതികരിച്ചത്. അതിൽ എനിക്ക് വല്ലാത്ത കുറ്റബോധവുമുണ്ട്. പക്ഷെ അതൊക്കെ അവളുടെ മനസ്സിനെ വല്ലാതെ ഉലച്ചിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. പിന്നെ അനഘെ, എനിക്കൊരു കാര്യം പറയാനുള്ളൂ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലുത് എൻ്റെ കുടുംബമാണ്. അതായത് ആതിരയും ഞങ്ങളുടെ കുഞ്ഞും അടങ്ങിയ എൻ്റെ കുടുംബം. അതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബത്തിന് വേദനയുണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആതിര പിന്നെ എങ്ങനെ എന്നെ ഇതുപോലെ സംശയിക്കുന്നു എന്ന് എനിക്കറിയില്ല. അനഘയെ ഞാൻ സഹായിക്കാൻ ഇറങ്ങിയതാണ്. അവളുടെ കാഴ്ചയിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ആതിരയുമായിട്ട് ഞാൻ സ്നേഹബന്ധത്തിലായ നിമിഷം മുതൽ അനഘ ചെയ്തു കൂട്ടിയ ഓരോ പ്രവൃത്തികളും അവൾക്കും അറിയാവുന്നതല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിൽ ഒരു തെറ്റായ എന്തെങ്കിലും ഒരു ബന്ധമുണ്ട് എന്നൊരു തെറ്റിദ്ധാരണ അവളുടെ മനസ്സിൽ എങ്ങനെയോ കടന്നുകൂടി. അതിന്റെ ആഘാതമാണ് ഇപ്പോൾ സംഭവിച്ചതെല്ലാം എന്ന് സന്ദീപ് അനഘയെ അറിയിച്ചു. അതെല്ലാം കേട്ടതിന് ശേഷം അനഘ അതെല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും സന്ദീപ് പറഞ്ഞു, ഇക്കാരണത്താലാണ് അനഘയോട് ഞാൻ വരണ്ട എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ അനഘ പറഞ്ഞു, സന്ദീപേ, ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, എന്നെ അവൾക്ക് അറിയാൻ പാടില്ലാത്ത ആളല്ലല്ലോ. സത്യമാണ്, ഞാൻ ഇതിനു മുൻപ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ആതിര കരുതുന്നത് പോലെ നിങ്ങളുടെ വിവാഹശേഷം നിങ്ങളെ തെറ്റിക്കാനും നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും ഒക്കെ ഞാൻ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. അത് സത്യം തന്നെയാണ്. എന്നാൽ ഇപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ അറിയാതെയോ ചെയ്ത തെറ്റ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഞാൻ അറിയാതെ ചെയ്ത തെറ്റ്, ഒരു തെറ്റിദ്ധാരണയാണ് അവളുടെ മനസ്സിലുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ തെറ്റിദ്ധാരണ ഞാൻ തന്നെ വന്ന് സംസാരിച്ച് അവളെ മാറ്റിക്കോളാം. സത്യത്തിൽ ഞാൻ അവളോട് സംസാരിക്കാൻ വന്നാൽ അവൾ ഒരിക്കലും എന്നെ വിശ്വസിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ എങ്കിലും എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം എനിക്ക് അവളെ ബോധ്യപ്പെടുത്തിയേ തീരൂ. ഞാൻ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഒരു കുറ്റവാളിയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അവളെ കഴിവതും നമ്മൾക്കിടയിലുള്ള ബന്ധത്തെക്കുറിച്ച് എനിക്ക് എന്താ സംഭവിച്ചതെന്നും അവളെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കും. എന്നിട്ടും അവൾക്കതിൽ വിശ്വാസമായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഈ നെല്ലിശ്ശേരിയിൽ ഉണ്ടാവില്ല. ഉടനെ തന്നെ ഞാൻ ഈ നെല്ലിശ്ശേരി വിട്ടുപോകും, അത് തീർച്ച. ഈ അനഘ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകണം എന്ന് കരുതി തന്നെയാണ്. എന്തായാലും ഞാനും സന്ദീപിന്റെ കൂടെ വരികയാ, എനിക്കും ആതിരയെ കാണണം എന്ന് പറഞ്ഞ് അനഘ സന്ദീപിനോടൊപ്പം താനും വരുന്നുണ്ട് എന്ന് അറിയിച്ചു. അത് കേട്ടതും സന്ദീപ് അനഘയെ കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറാകുന്നു. എന്തായാലും സത്യാവസ്ഥ ആതിരയെ ബോധ്യപ്പെടുത്തിയേ തീരൂ എന്നുള്ള ആ ഉറച്ച തീരുമാനത്തിൽ തന്നെ അനഘ നിൽക്കുമ്പോഴാണ് കമലെടുത്തിയും ദയാനന്ദ മാഷും അനൂപേട്ടനുമൊക്കെ ആതിരയെ കാണാനായി എത്തി. ആതിരയുടെ അരികിലിരുന്ന് കമലെടുത്തി വല്ലാതെ സങ്കടപ്പെടുകയും കരയുകയും ചെയ്യുന്നത് കണ്ട് ആതിര ദേഷ്യത്തോടെ ചോദിച്ചു, അമ്മ എന്തിനാ ഇങ്ങനെ കരയുന്നത്? അതിന് മാത്രമുള്ളൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ കമലെടുത്തി ചോദിച്ചു, അത് ശരി, ഒന്നും സംഭവിക്കാഞ്ഞിട്ടാണ്ടി നീ ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ വന്ന് കിടക്കുന്നത് എന്ന് കമലെടുത്തി ദേഷ്യപ്പെട്ടു. അത് കേട്ട ഉടനെ രണ്ടമ്മാഷ പറഞ്ഞു, ഈ മോളെ, നീ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത്? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നതിന് ശേഷം നീ ഞങ്ങളോട് ആരോടും പറയാതെ വീട് വിട്ടിറങ്ങി.
അതിനുശേഷം ദാ പിന്നെ ഇങ്ങനെ ഒരു സംഭവം. സത്യത്തിൽ എന്താ സംഭവിച്ചത്? എന്താ കാര്യം? നീ എന്താ ആരോടും ഒന്നും പറയാത്തത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാവല്ലോ എന്ന് പറഞ്ഞപ്പോ മീരടത്തി പറഞ്ഞു, ഇവൾക്ക് ഇതെന്താ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അല്ല, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സൗന്ദര്യ പിണക്കങ്ങൾ കൊണ്ട് ഇതുപോലെയാണ് സംഭവിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വഴക്കുണ്ടായെന്ന് വെച്ച് എല്ലാവരും ഇങ്ങനെയാണോ കാണിക്കാറുള്ളത്? ഭാര്യയും ഭർത്താവുമാവുമ്പോ ഇടയ്ക്കൊക്കെ വഴക്കുകൾ ഉണ്ടാകും, അതൊക്കെ സ്വാഭാവികമല്ലേ എന്ന് മീരടുത്തി പറയുമ്പോ ആതിര മറുപടി ഒന്നും പറയാനാകാതെ വിഷമിച്ചിരുന്നു. ഉടനെ കമലടുത്തിയെ നോക്കിയിട്ട് ആതിര പറഞ്ഞു, എന്റെ അമ്മ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാതെ എനിക്ക് അല്പം മനസമാധാനം വേണം. അമ്മ ഒന്ന് സങ്കടപ്പെടാതിരിക്കാവോ? ഞാൻ ഇവിടെയെങ്കിലും ഒന്ന് സമാധാനത്തോടെ ഇരിക്കട്ടെ എന്ന് ദേഷ്യത്തോടെ ആതിര പറയുമ്പോ പെട്ടെന്ന് അർച്ചന അനുവിനെ നോക്കിയിട്ട് പറഞ്ഞു, ഏട്ടാ അച്ഛനെയും അമ്മയും ഒന്ന് വിളിച്ചോണ്ട് പോകാവോ? അവളിപ്പോ മൂടത്ര ശരിയായിട്ടല്ലല്ലോ ഇരിക്കുന്നത്, അതുകൊണ്ട് ഏട്ടൻ തൽക്കാലം അമ്മയെ അച്ഛനെ ഒന്ന് വിളിച്ചോണ്ട് പോ എന്ന് പറഞ്ഞു. അത് കേട്ടതും അനൂപ്, അച്ഛാ അമ്മേ വാ നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞ് രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് അനൂപ് പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്ത് അർച്ചന വേഗം ആതിരയുടെ അരികിലേക്ക് എന്നിട്ട് ചോദിച്ചു, അല്ല നിനക്ക് എന്താ പ്രശ്നം? നിനക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായത് ഞങ്ങൾ കാരണമാണോ? ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ എന്ന് ചോദിച്ചപ്പോ മീരടത്തി ചോദിച്ചു, അതെ, നീ എന്തിനു ഞങ്ങളുടെ നേരെ ദേഷ്യപ്പെടുന്നത്? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ നീയും ഭർത്താവും കൂടി വഴക്കുണ്ടാക്കിയതിന് ഞങ്ങളാണോ കാരണക്കാര് എന്ന് പറഞ്ഞപ്പോ മീരടത്തിയോട് പറഞ്ഞു, അർച്ചന പറഞ്ഞു, അതെ എന്റെ ഏട്ടത്തി, ഇവൾക്ക് എന്താ സംഭവിച്ചതെന്ന് ഏട്ടത്തിക്ക് അറിയാവോ? ഇവളുടെ രോഗം എന്താണെന്നറിയാവോ? സംശയരോഗം. അപ്പോഴേക്കും മീരടത്തി ചോദിച്ചു, സംശയരോഗോ? അതെ, ഇവൾക്ക് അനഘയെയും സന്ദീപിനെയും സംശയമാണ്. അത് കേട്ടതും മീരടത്തി താടിക്ക് കൈ കൊടുത്തു. അയ്യോ, എന്താ എന്താ ആതിര ഈ കേൾക്കുന്നതെന്ന് ചോദിക്കുമ്പോ ആതിര പറഞ്ഞു, അതെ, എന്നെ ഗർഭിണിയാക്കിയിട്ട് മറ്റൊരു പെണ്ണിന്റെ പിന്നാലെ പോകുന്ന ഒരു ഭർത്താവിനെ എനിക്ക് വേണ്ട. അതെ. അത് കേട്ടതും മീരടുത്തി പറഞ്ഞു, എടി മോളെ, നീ ഒന്ന് പതുക്കെ പറ, നീ എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ആതിര പറഞ്ഞു, എല്ലാവരും അറിയട്ടെ എന്റെ ഭർത്താവിന്റെ ഗുണഗണങ്ങൾ എന്താണെന്ന് എല്ലാവരും അറിയട്ടെ എന്ന് പറഞ്ഞ് ആതിര ദേഷ്യപ്പെട്ടു. ഇതെല്ലാം കേട്ടതും അർച്ചനയും മീരടുത്തിയും പരസ്പരം നോക്കി. അപ്പോഴേക്കും ആതിര പറഞ്ഞു, അതെ, എന്നെ ഇത്രത്തോളം സ്നേഹിക്കുമെന്നും എന്റെ കൂടെ എന്നും ഉണ്ടാകുമെന്നും ഒക്കെ ഞാൻ സന്ദീപിനെ കുറിച്ച് കരുതിയിരുന്നു. പക്ഷെ സന്ദീപിന്റെ മനസ്സിൽ ഞാനും ഞങ്ങളുടെ കുഞ്ഞും ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി. അത് പലപ്പോഴും ഞാൻ നേരിൽ കാണുകയും അവരുടെ സംസാരങ്ങൾ കേൾക്കുകയും ചെയ്തതാണ്. സന്ദീപും അനഘയും തമ്മിലുള്ള സംസാരം ഞാൻ കേട്ടതുമാണ്. അതുകൊണ്ട് തന്നെ ഇനി അവരുടെ ജീവിതത്തിൽ ഞാൻ ഒരു പ്രശ്നമായി നിൽക്കില്ല. അവർ രണ്ടുപേരും സുഖമായി ജീവിച്ചോട്ടെ, ഞാൻ ഒഴിഞ്ഞു മാറുകയാണ് എന്ന് പറഞ്ഞ് അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ആതിര പറഞ്ഞു. അപ്പോഴേക്കും സന്ദീപും അനഘയും കൂടി ആതിരയുടെ അരികിലേക്ക് എത്തി. ആതിരയുടെ അടുത്ത് വന്ന് അനഘ ആതിരെ എന്ന് വിളിച്ചതും അപ്പോഴേക്കും ആതിര കലിയോട് അനഘയെ നോക്കിയിട്ട് പറഞ്ഞു, അതെ സന്ദീപെ, ഇവിടെ വിളിച്ചോണ്ട് ഇവിടുന്ന് പോകുന്നുണ്ടോ? എനിക്ക് അല്പം സമാധാനം വേണം. ഞാൻ ഇങ്ങനെ ചെയ്തത് ഇപ്പോ നിങ്ങൾക്കെല്ലാവർക്കും തൽക്കാലം ഞാൻ ഇവിടെ ജീവനോട് ഇരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഇനി ഒരാവർത്തി കൂടി ഞാനിത് ചെയ്താൽ, ഇങ്ങനെയൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വരാതെ അതോടെ അവസാനിക്കാനുള്ള കാര്യങ്ങളും എനിക്കറിയാം. അത് എന്നെ കൊണ്ട് ഇനി നിങ്ങൾ ചെയ്യിക്കരുത്. ഒരു പരിധി വരെ ഞാൻ ശ്രമിച്ചു കഴിഞ്ഞു, ഇനി എനിക്ക് താങ്ങാനാവില്ല എന്നെല്ലാം പറഞ്ഞ് ആതിര ദേഷ്യപ്പെട്ടു. ആതിരയുടെ ആ സംസാരം കേട്ട് അനഘ വീണ്ടും ആതിരയെ വിളിച്ചു. ആതിരെ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്, ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞതും ആതിര പറഞ്ഞു, വേണ്ട, എനിക്ക് നിന്റെ സംസാരം ഒന്നും കേൾക്കണ്ട, നീ ഒന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോകാവോ എന്ന് ചോദിച്ച് ആതിര ബഹളം വെക്കുമ്പോ അനഘ പറഞ്ഞു, ശരി ആതിരെ, ഞാൻ പൊയ്ക്കോളാം, ഞാൻ പോവുക തന്നെ ചെയ്യും. പക്ഷേ ഞാൻ എന്തെങ്കിലും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് നീ കേട്ടേ പറ്റൂ. ഞാൻ പറയാൻ വന്ന എന്താന്ന് നീ മനസ്സിലാക്കിയേ പറ്റൂ എന്ന് നിർബന്ധപൂർവ്വം അനഘ പറയുമ്പോ ആതിര മുഖം തിരിച്ചങ്ങനെ നിൽക്കുമ്പോ അനഘ പറഞ്ഞു, അതെ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാതിരെ. മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് മറ്റാരെക്കാളും നിനക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. സത്യത്തിൽ ഈ അനഘ ഇപ്പോ ആ പഴയ അനഘയല്ല. നിന്റെ മുന്നിൽ നിൽക്കുന്ന ഈ അനഘ ആ പഴയ അനഘയല്ല എന്നുള്ള കാര്യമെങ്കിലും നീ മനസ്സിലാക്കണം. ആ പഴയ അനഘയായിരുന്നു ഞാനിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇതുപോലെ നിന്റെ ഈ അവസ്ഥയിൽ ഇവിടെ കാണാൻ വരികയോ നിന്നോട് സംസാരിക്കാൻ വരിക പോലും ചെയ്യുമായിരുന്നില്ല. പക്ഷെ ഇപ്പോ ഞാൻ ആ അനഘയല്ല എന്ന കാര്യത്തിൽ ഈ നിൽക്കുന്ന ഈ രണ്ട് ചേച്ചിമാരും അതിന് സാക്ഷികളാണ്. അർച്ചനയെടുത്തിയും മീരയെടുത്തിയും ഒക്കെ അതിന് സാക്ഷികളാണ്. എനിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യമെങ്കിലും നീ ഇനി മനസ്സിലാക്കണം അതിരെ. എന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ആരും തന്നെ അറിയരുത് എന്ന ഒരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് മറച്ചു വെച്ചിരുന്നത്. പക്ഷെ അക്കാര്യം ഞാൻ അങ്ങനെ മറച്ചു വെക്കാൻ ശ്രമിച്ചത് തന്നെയാണ് ഇതിനെല്ലാത്തിനും കാരണം. അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം നിന്നോട് പറയാമെന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് ആതിരയോട് അനഘ നടന്ന സംഭവങ്ങളൊക്കെ വിശദമാക്കുന്നു.
തന്നെ വഴിയിൽ വെച്ച് അജയൻ കണ്ടതും അജയൻ തന്നെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും ആ വിവാഹം അവന്തി ചേച്ചി അത് ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരം അറിഞ്ഞതും അതിനുശേഷം അവന്തി ചേച്ചിയുമായി വഴക്കുണ്ടായതും പിന്നീട് തന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി സന്ദീപിനോട് സഹായം ചോദിച്ചതും സന്ദീപ് ഈ വീട്ടിലുള്ള ആരും തന്നെ അനഘയ്ക്ക് ഒരു ജീവിതം അല്ലെങ്കിൽ അനഘയ്ക്ക് ഒരു മോശമായ ഒരു ജീവിതം ഉണ്ടാകുന്നതിന് ഒരിക്കലും ആരും അനുകൂലിക്കില്ല എന്നും അതുകൊണ്ട് തന്നെ അർച്ചനേടത്തിക്ക് അനഘയെ സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് അർച്ചനേടത്തിയോട് വിവരങ്ങൾ ധരിപ്പിച്ചതും അർച്ചനേടത്തി മുഖേന അനഘയ്ക്ക് സന്ദീപ് വാക്ക് നൽകുകയും ഈ വിവാഹം നടക്കുകയില്ല എന്നും ഏത് വിധേനയും അജയനുമായിട്ടുള്ള വിവാഹം മുടക്കുമെന്ന് അർച്ചനയെടുത്തി വാക്കു കൊടുത്തതും പിന്നീട് അജയൻ തന്നെ ബലമായി അവിടെ പിടിച്ചുകൊണ്ടുപോയി വിവാഹം നടത്താനായി ശ്രമിച്ചതും ആ വിവാഹത്തിൽ നിന്ന് തന്നെ രക്ഷിച്ചുകൊണ്ട് അവർ വന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അനഘ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ആതിരയോട് തുറന്നു പറയുന്നു. അന്ന് ഞങ്ങൾ ഇടയ്ക്കെല്ലാം സംസാരിച്ച് ഈ പ്രശ്നത്തെക്കുറിച്ച് സംസാരിച്ചതും അതിനെക്കുറിച്ച് പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളാണ് ആതിര പലപ്പോഴും കേട്ടതും ആതിര അതിനെ തെറ്റിദ്ധരിച്ചതും. അക്കാര്യത്തിൽ ഞാൻ സന്ദീപിനോട് എന്നെ സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ച കാര്യങ്ങളൊക്കെയായിരുന്നു അന്ന് ആതിര കണ്ടതും കേൾക്കാനും ഇടയായ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ആതിര മനസ്സിലാക്കണം. ഞാൻ പഴയ അനഘയായിരുന്നെങ്കിൽ നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനേ ഞാൻ നോക്കുമായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോ ഞാൻ ഇവിടെ വന്നത് തന്നെ നീ ഒന്ന് മനസ്സിലാക്കണം. ഞാൻ ആ പഴയ അനഘയിൽ നിന്ന് മാറി എന്നുള്ള കാര്യം. ഇനിയും എങ്കിലും എനിക്ക് സമാധാനത്തോടെ ജീവിക്കണമെന്നും എല്ലാവരോടൊപ്പം സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്നുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം ആതിരെ നീ തിരിച്ചറിഞ്ഞാൽ മതി. നിന്നെ സ്വന്തമാക്കുന്നതിന് വേണ്ടി സന്ദീപ് അനുഭവിച്ച ത്യാഗങ്ങൾ എന്തൊക്കെയാണെന്നെങ്കിലും നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. അങ്ങനെയൊന്ന് ആലോചിച്ചു നോക്ക്. അപ്പോൾ മനസ്സിലാവില്ലേ സന്ദീപിന് നിന്നോടുള്ള നിന്റെ കുഞ്ഞിനോടുമുള്ള സ്നേഹം എത്രത്തോളമാണ് എന്ന്. ഈ ലോകത്ത് നിങ്ങൾ രണ്ടുപേരും അല്ലാതെ മറ്റാരെയും സന്ദീപ് ഇത്രത്തോളം സ്നേഹിക്കുന്നില്ല എന്ന കാര്യമെങ്കിലും നീ തിരിച്ചറിയണം. ഇത്രയൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടും നിനക്ക് ഞാൻ പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഇനി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ബാക്കിയൊക്കെ നിന്റെ തീരുമാനം പോലെ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അനഘ നടന്ന സംഭവങ്ങളൊക്കെ വിശദമായി ആതിരയെ പറഞ്ഞ് ധരിപ്പിച്ചു കഴിയുമ്പോൾ മീരടുത്തി പറഞ്ഞു, ആതിരെ അനഘ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്. ഇനിയെങ്കിലും നീ അതൊന്ന് വിശ്വസിക്കേ. അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, ആതിരെ നിനക്ക് ഇനിയും വിശ്വാസമാകുന്നില്ല എങ്കിൽ ഇനി നിന്നെ രക്ഷിക്കാൻ ആർക്കും ആകില്ല. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സംശയത്തിന്റെ വിത്ത് പാകിയാൽ സംശയം വന്നു പോയാൽ പിന്നെ അതൊരു കാലത്തും അതിനെ മറികടക്കാൻ ആർക്കും കഴിഞ്ഞെന്ന് വരില്ല. അത്രത്തോളം വലിയൊരു പ്രശ്നമാണ് സംശയം എന്ന രോഗം. അതുകൊണ്ട് തന്നെ ഇനിയും നിന്റെ ഈ സംശയം തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ആർക്കും തന്നെ നിന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കാനാകില്ല മോളെ എന്ന് പറഞ്ഞ് അർച്ചന ആതിരയോട്, എന്നാ ശരി, ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്ക് ഞങ്ങൾ പറയുന്നതിലൊന്നും വിശ്വാസമാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമത്തോടെ അർച്ചന അങ്ങനെ നിൽക്കുമ്പോ സന്ദീപ് പറഞ്ഞു, ആതിരെ ഞാൻ നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അന്ന് അനഘയും ഞാനും തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ അന്ന് നിന്നോട് തുറന്നു പറയാൻ കഴിഞ്ഞില്ല. നിന്റെ മനസ്സ് വിഷമിക്കുമെന്നും ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഈ ഒരു അവസ്ഥയിൽ നിന്നെ അങ്ങനെയുള്ള ടെൻഷനൊന്നും നിന്നെ ബാധിപ്പിക്കണ്ട, നിന്നെ അത്തരം ടെൻഷനൊന്നും അറിയിക്കണ്ട എന്ന് കരുതിയിട്ടുമാണ് ആ കാര്യങ്ങൾ പറയാതിരുന്നത്. എന്നാലും ഇനിയും നിനക്കതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നെങ്കിൽ ഇനി കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് സന്ദീപ് അങ്ങനെ നിൽക്കുമ്പോൾ അനഘ ആതിരയോട് പറഞ്ഞു, ആതിരെ ഞാനിപ്പോ നിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ സോറി പറയുകയും എല്ലാ കാര്യങ്ങളും നടന്ന സംഭവങ്ങളൊക്കെ ഏറ്റു പറയുകയും ചെയ്തിട്ട് പോലും നിനക്ക് ഇതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ലേ ആതിരെ? എന്നാൽ പിന്നെ ഇനി ഞാനിവിടെ നിന്നിട്ട് കാര്യമില്ല. ശരി, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അനഘ പോകാനായി തുടങ്ങുമ്പോഴേക്കും അനഘയുടെ കയ്യിൽ കടന്നു പിടിച്ചുകൊണ്ട് ആതിര വിഷമത്തോടെ മാപ്പ് പറയാനായി അനഘയെ നോക്കുന്നു.